അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ഇടിയപ്പമാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ്. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഗോതമ്പ് പൊടിയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അരിപ്പൊടിക്കൊക്കെ പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യുന്നത് നല്ലതല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം. ഈ പറഞ്ഞ പോലെ തന്നെ അരിപ്പൊടി വെച്ച് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. അപ്പം നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം, ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് നമുക്ക് വെള്ളം 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ വെട്ടിത്തിളച്ച് വരുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി 1 കപ്പാണ് വേണ്ടത് കേട്ടോ. ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കണക്ക്, നിങ്ങളുടെ ഒരു എളുപ്പത്തിനാണ് കേട്ടോ. ഒരു 24 ടേബിൾ സ്പൂൺ വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 16 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി, അതാണ് കണക്ക്. ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സിമ്മിലാക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു മരത്തിൻ്റെ തവി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു അളവാണ് കറക്റ്റ് അളവ്, സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ കുറയോ കൂടുകയോ ചെയ്താലും പ്രശ്നമാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. ചൂടോട് കൂടി തന്നെ നമ്മളെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രസ്സറിലൂടെയൊക്കെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ചൂടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ഇച്ചിരി ചൂട് നമുക്ക് മാറിയതിന് ശേഷം കൈവച്ച് കുഴച്ച് നന്നായിട്ട് എടുക്കാം. മരത്തിൻ്റെ തവിയാകുമ്പോൾ എളുപ്പമാണ് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചൂട് നല്ലപോലെ ചൂടുണ്ട്, പക്ഷേ നമുക്ക് ഈ സമയത്ത് കുഴയ്ക്കാതിരുന്നാൽ പറ്റില്ല, ഹാർഡായി പോകും പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുക. കൈയൊക്കെ നല്ല ചൂട് എടുക്കുന്നുണ്ട്, എന്നാലും ഈ പറഞ്ഞ പോലെ കുഴച്ചെടുക്കുക. ഒരുപാട് പൊള്ളി പോകുന്ന പോലെ ഒന്നും ആകുമ്പോൾ കൈ അങ്ങനെയൊന്നും യോജിപ്പിക്കാനും നിൽക്കണ്ട. കുറച്ച് ഇത്തിരി ചൂടാറിയിട്ട് യോജിപ്പിച്ചാൽ മതി. പിന്നെ പ്രാക്ടീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കൈയൊക്കെ നല്ലപോലെ എന്താ പറയുക, നല്ലപോലെ ചൂടെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇതിൽ നല്ലപോലെ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ശരിക്കും. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വെക്കുക. ഇനി നമുക്ക് പ്രസ്സറിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വെച്ച് അതിലേക്ക് ഇത് 2 പോർഷനാക്കി നമുക്ക് മാറ്റിയിട്ട് ഓരോ പോർഷൻ ഇട്ടിട്ട് പ്രസ് ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു പണ്ടത്തെയൊക്കെ പ്രസ്സറാണ് ഏറ്റവും നല്ലതെന്ന്. ഇപ്പോഴത്തെ പ്രസ്സർ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാടാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഗോതമ്പ് പൊടിയുടെ ഇതാകുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ എത്ര സോഫ്റ്റാന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രസ് ചെയ്തെടുക്കാനുണ്ടാവും. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ തേക്കുക. പിന്നെ പുറത്ത് വെളിച്ചെണ്ണ ആവാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ പിടിച്ച് നമുക്ക് പ്രസ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ആ ഭാഗത്തൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റില്ല, വഴുതി പോകും. അത് ശ്രദ്ധിക്കണം. ചില്ലിടാൻ മറക്കരുത്, പ്രസ്സറിൻ്റെ ചില്ലിടാൻ മറക്കരുത്. വാഴയില എടുത്തിട്ടുണ്ട്, വാട്ടിയിട്ടൊന്നുമില്ല, അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രസ്സറിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഇത്തിരി ചൂടുള്ള കാരണം കൊണ്ട് ഇത്തിരി ഒരു എളുപ്പം ഉണ്ടാവും, എന്നാലും കുറച്ച് പാട് തന്നെയാണ്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട്, അരിപ്പൊടിയുടെ പോലെയല്ലല്ലോ ഗോതമ്പ് പൊടി, കുറച്ച് കട്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് പ്രസ് ചെയ്തെടുത്ത് നമുക്ക് സ്റ്റീമറിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. നാളികേരം ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ചെരുകിയത്.
പ്രസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ നമുക്ക് തേങ്ങ ചെരുക്കിയത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി വേണമെങ്കിൽ പ്രസ് ചെയ്തിട്ട് ഒരു ഇടിയപ്പം കൂടിയും ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതല്ല ഒരു ലെയർ മതി എന്ന് വെച്ചാൽ ഒരു ലെയർ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ഇഡ്ഡലിയുടെ തട്ടിലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഇതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. 1-2 മിനിറ്റൊക്കെ മതി, അപ്പോഴേക്കും ഇത് റെഡിയാവും. നമുക്ക് ഒരെണ്ണം ഇറക്കി വെക്കാം. അതിൻ്റെ മുകളിൽ തന്നെ രണ്ടാമത്തെ വാഴയിലയും ഇതിൽ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. അതും ഒരുമിച്ച് തന്നെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും ശരിക്കും. ഒരു 3-4 ഇതിൽ നിന്ന് ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിപ്പമുള്ളതും ഒരു ചെറുതുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.